നമുക്ക് ഈ നമ്മളെ മമ്മൂക്കയായിട്ട് ചെയ്ത എന്തെങ്കിലും ഒരു മിമിക്രി അങ്ങനെ എന്തെങ്കിലും പെർഫോമൻസ് എന്തെങ്കിലും കാണിക്കാൻ പറ്റിയ വളരെ സന്തോഷമായിരുന്നു. ചെയ്യാൻ കുറച്ച് സ്റ്റാർസിന്റെ സൗണ്ട്സ് ഇമിറ്റേറ്റ് ചെയ്യാം. ഇമിറ്റേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം മമ്മൂക്ക തന്നെ ആവട്ടെ. മമ്മൂക്കയുടെ 2 കാലഘട്ടത്തിലെ ശബ്ദ വ്യത്യാസം. ആദ്യം കോട്ടയം കുഞ്ഞച്ചൻ എന്ന ചിത്രത്തിലെ 90 കാലഘട്ടത്തിലെ മമ്മൂക്ക. ജോഷി എന്നെ ചതിച്ചാശാനെ, ജോഷി എന്നെ ചതിച്ചു. സിനിമാക്കാരെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുന്ന് പല്ലും പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല. ന്യൂഡൽഹിയുടെ സെല്ല് വെച്ചാ ഞാനും ജോഷിയും തമ്മിൽ അടുക്കുന്നേ. അന്ന് ദൈവം എനിക്കൊരു വാക്ക് തന്നു, മോഹൻലാലിനെ ഉദ്ഘാടനത്തിന് വിട്ടു തരാം. അവസാനം ജോഷി എന്നെ ചതിച്ചു, വഞ്ചിച്ചു. പക്ഷേ കുഞ്ഞച്ചൻ തോക്കുകയല്ല, കോട്ടയം കുഞ്ഞച്ചൻ തോക്കുകയല്ല. പിന്നീട് അദ്ദേഹം ബിഗ് ബി എന്ന ചിത്രത്തിൽ അഭിനയിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദ വ്യത്യാസം. ഇവൻ്റെ ബാപ്പയെ ദുബായിലായിരുന്നു, ഒന്ന് കാണാൻ വന്ന്. ഈ റോഡിൽ കിടന്ന് ഞങ്ങളുടെ അമ്മ മേരി ജോൺ കുരിശിങ്കൽ മരിച്ചു. നീ ഒന്നും അറിയാതെ ഇവിടെ ഒരു പണിയും നടക്കില്ലെന്നറിയാം. പറ, പണിയും കഴിഞ്ഞടുത്ത വിമാനത്തിൽ ബാപ്പായ്ക്ക് ദുബായിക്ക് പോകേണ്ടത്. വേഗം പറ. കൊച്ചി പഴയ കൊച്ചിയല്ലെന്നറിയാം, പക്ഷേ ബിലാല് പഴയ ബിലാല്. പിന്നെ സുരേഷ് ഗോപി, അദ്ദേഹത്തിൻ്റെ 2 വേർഷൻ. പഴയകാലം നമ്മുടെ 20-ാം നൂറ്റാണ്ടെന്ന ചിത്രത്തിൽ ലാലേട്ടൻ്റെ പടത്തിൽ അഭിനയിച്ച പഴയ സുരേഷ് ഗോപി. എന്തുണ്ടായിരുന്നു സ്വന്തം എന്ന് പറയാൻ? 5 സെന്റ് സ്ഥലവും ഒരു ഓലപ്പുരയല്ലാതെ ഇഞ്ചക്കാട്ട LP സ്കൂളിലെ കേവലം ഒരു വാദ്യാർക്ക് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആയപ്പോൾ ഇതൊക്കെ സഹിക്കണമെന്ന് അറിയാൻ പാടില്ലായിരുന്നു. അന്ന് ശേഖരൻകുട്ടിയെ വേണമായിരുന്നു. എന്നിട്ടിപ്പോൾ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം പത്രം എന്ന സിനിമയിൽ അഭിനയിച്ച അദ്ദേഹത്തിൻ്റെ ശബ്ദ വ്യത്യാസം. മക്കളെ നെഞ്ചോടടക്കി പിടിച്ചും മന്ത്രി പൊങ്കവന്മാരുടെ സഞ്ചാര പദങ്ങളിലും ജില്ലാ കളക്ടർ ഏമാന്മാരടക്കമുള്ള തൊക്കിടി സാഹിബിന്റെ ബംഗ്ലാവ് പിടിക്കലും ചെന്ന് ഒരിറ്റ് ദാഹജലത്തിന് വേണ്ടി കേഴുന്ന നിരാലംബരായ അമ്മമാരുടെ കണ്ണീരിന്റെ കഥയാവണം വാർത്ത. പ്രേം നസീർ സാധാ എല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അത് 2 വേർഷൻ പറഞ്ഞാലേ അതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാവുകയുള്ളൂ. ഇദ്ദേഹം കോമഡി സീനിലും അല്ലാതെയും അഭിനയിക്കുമ്പോൾ ഒരു വ്യത്യാസം. ആ വ്യത്യാസം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്തുക. ഈ രാജകുമാരി, ഞാൻ അത്രയ്ക്ക് മടയനൊന്നുമല്ല. ആ രാജകുമാരിയുടെ ഈ താമരപ്പൂ പോലെയുള്ള കൈകൾ എൻ്റെ ഉറുമി പിടിച്ച് തഴമ്പിച്ച കൈക്കുള്ളിക്കിടന്ന് വിയർക്കും. വേണ്ടി വന്നാൽ ഈ പീലിത്തലമുടി ഞാനൊരു തുളസിക്കതിരണിയിക്കും. 1000 സേവകരുള്ള ആ ശ്രീരംഗ മഹാരാജാവിൻ്റെ അന്തഃപുരത്തിൽ കയറി ആ രാജകുമാരിയോടത്ത് പട്ടുമത്തെ ശയിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ തരും ഉമ്മ. ഇതുപോലെ തന്നെ കോമഡി സീക്വൻസിലൊക്കെ അഭിനയിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ശബ്ദ വ്യത്യാസമുണ്ട്. ഈ തമ്പുരാനെ, ഞാനും ഇവനും കൂടെ അതുവഴി വന്നപ്പോ അവിടെ ഒരു പാമ്പ് ആണെന്ന് പറയടാ തോമ, അല്ലെങ്കിൽ തമ്പുരാൻ വാളെടുത്ത് നമ്മുടെ തല ടിഷാൻ കൊയ്യുമ്പടാ ആണെന്ന് പറയടാ തോമ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചില സിനിമകൾ, പഴയകാല സിനിമകളിൽ അമാനുഷികത നിറഞ്ഞ ചില ഡയലോഗുകളുണ്ട്. അന്ന് കാണുമ്പോൾ നമുക്കതിൽ അത് സീരിയസ് ആയിട്ട് നമ്മൾ കാണും. പിൻകാലങ്ങളിൽ നമ്മൾ TV കാണുമ്പോൾ അതിൽ നർമ്മ ഒളിഞ്ഞ് ഇപ്പോൾ അമാനുഷികം നിറഞ്ഞ ചില ഡയലോഗുകൾ നമുക്ക് പിന്നീട് കാണുമ്പോൾ സ്വീകാര്യമാവില്ലല്ലോ, മനുഷ്യനെ കൊണ്ട് സാധിക്കാത്ത ചില ഡയലോഗുകളൊക്കെ പറയുമ്പോഴേ. അതുപോലെ തന്നെ അതിരാത്രം വന്ന സിനിമയിൽ താരാദാസ് മമ്മൂക്കയാണ്, ഉമ്മർ താരാശങ്കർ. അപ്പോൾ ഈ താരാശങ്കറിനെ പോലീസ് പിടിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗുണ്ട്. ബോട്ടിൻ്റെ ഡ്രൈവർ പറഞ്ഞു കള്ളക്കെടുത്ത സാധനങ്ങൾ എൻ്റേതാണെന്ന്. ഇല്ല, അപ്പോൾ മാന്യന്മാരെ വിളിച്ചു വരുത്തി ആക്ഷേപിക്കലാണ് നിങ്ങളുടെ പ്രധാന തൊഴിൽ അല്ലേ? ഞാനൊരു BP പേഷ്യൻ്റാണ്, എനിക്കെപ്പോഴാ ദേഷ്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്കെന്തോ ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു, എനിക്കിപ്പോൾ ദേഷ്യം വരുന്നതേ ഇല്ല. അതുപോലെ തന്നെ ജയൻ, പഴയൊരു സിനിമയിൽ നായിക സീമയെ വില്ലന്മാർ ഓടിച്ചോണ്ട് വരിക. അപ്പോൾ ക്ലോസിങ്ങിനെ കാണിക്കുമ്പോൾ ബെൽബോട്ടം പാൻറ്, ജയൻ നായികയെ അവരിൽ നിന്ന് രക്ഷിച്ചിങ്ങനെ മാറ്റും. മരത്തിൻ്റെ ഒരു ക്ലോസ് ഷോട്ടിൽ മാറ്റി ഇവർ മാറി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ജയൻ പറയും, നിൻ്റെയൊക്കെ കയ്യിൽ നിന്നും ഇവളെ ഞാൻ രക്ഷപ്പെടുത്തി, ഇനി എൻ്റെ കയ്യിൽ നിന്നും നിന്നെയൊക്കെ ആര് രക്ഷപ്പെടുത്തും? താങ്ക് യു. താങ്ക് യു സോ മച്ച്. കുറേ ചിരിപ്പിച്ചു നമ്മളെ. താങ്ക് യു സോ മച്ച്. ഇതൊക്കെ എന്ത് പക്ഷെ ഇതൊരു വലിയ കാര്യമാട്ടോ. ഒരു ഡേ ഇത്രയും ഭയങ്കര ബ്രൈറ്റ് ആക്കി തന്നു. ഒരുപാട് ചിരിച്ചു. വളരെ സന്തോഷം. നിങ്ങളുടെ കൂടെ അത് ഷെയർ ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. വിവേക് ഭായിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്നെ അറിയുമെന്ന് അറിയില്ല. ക്രിക്കറ്റ് ഞാൻ വന്ന് പരിചയപ്പെട്ടിട്ടുണ്ട്. CCLൊക്കെ കളിക്കുമ്പോൾ ഞാൻ മിമിക്രി ആർട്ട് അസോസിയേഷൻ ഞങ്ങൾക്ക് ടീമുണ്ട്. ഭാഷാണ് ശരിയാണ് ക്യാപ്റ്റൻ, ഞാൻ വൈസ് ക്യാപ്റ്റൻ. എനിക്കറിയാം. അപ്പോൾ
അങ്ങനെ നമ്മൾ തമ്മിൽ പരിചയമുണ്ട്. വളരെ വലിയ കാര്യം, വളരെ നല്ല കാര്യം ഇവിടെ വരാൻ കഴിഞ്ഞതിലും. നമുക്ക് കുറച്ച് എന്താ പറയുക, നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ സാധാരണ മിമിക്രിക്കാർ ഓരോന്നൊന്ന് പറയുമെങ്കിലും ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മൾ ഈ ഇത്രയും കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞ് നമ്മൾ ചിരിപ്പിക്കുന്ന സംഭവങ്ങൾ നമുക്ക് അധികമില്ല. എന്നാൽ ഈ ആർട്ടിസ്റ്റുകളുടെ സൗണ്ട് ഇതൊക്കെ കുറെ കേട്ട കാര്യങ്ങളാണ്. പിന്നെ ഇതിൽ കുറച്ച് പുതുമയുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഇപ്പൊ പറയുമ്പോഴാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഇപ്പൊ സംഭവം എന്ന് പറഞ്ഞാല് ഒരുപാട് പേര് മിമിക്രി ആർട്ടിസ്റ്റുകൾ വന്നു ഇപ്പൊ പല ചാനലുകളിലൂടെ നമുക്കറിയാം.